ആകാശവാണി. ഹർഘർ തിരങ്ക ക്യാമ്പയിനെ കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികം ആഘോഷിക്കും. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ദിവസം. കൊളോണിയൽ രാഷ്ട്രത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തിന്റെ ഓർമ്മപ്പെടുത്തലും സ്വാതന്ത്ര്യ സമര പോരാളികൾ നടത്തിയ ത്യാഗങ്ങളെ പ്രതിഫലിപ്പിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിയും ഐക്യവും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിനം കൂടിയാണിത്. ദേശീയ പതാകയായ ത്രിവർണ പതാക ഉയർത്താൻ ഓരോ ഇന്ത്യക്കാരനെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ദേശസ്നേഹത്തിന്റെയും ദേശ അഭിമാനത്തിന്റെയും മനോഭാവം വളർത്തുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നൽകിയ സംഭാവനകളെ ഓർമ്മിപ്പിക്കുക, ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഹർഘർ തിരങ്ക ക്യാമ്പയിനിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ ഇന്ത്യക്കാരെയും അവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുകയും ത്രിവർണ പതാകയോടൊപ്പമുള്ള സെൽഫി അപ്ലോഡ് ചെയ്യാനും കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്യുന്നു. 2022 ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഹർഘർ തിരങ്ക പ്രചാരണ പരിപാടി രാജ്യമെമ്പാടുമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായി വളർന്നുവരികയാണ്. ഹർഘർ തിരങ്ക പരിപാടിയിലെ മികച്ച ജനപങ്കാളിത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. हर घर तिरंगा, हर दिल तिरंगा, हर मन तिरंगा, हर मकसद तिरंगा. मैं आज सभी देशवासियों, विशेष रूप से युवाओं को हर घर तिरंगे इस आंदोलन से जुड़ने का और इसका प्रचार प्रसार करने का भी आग्रह करता. ഇത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ആഴത്തിലുള്ള ദേശസ്നേഹത്തെയും ത്രിവർണ പതാകയോടുള്ള അചഞ്ചലമായ അഭിമാനത്തെയും പ്രതിഫലിപ്പിക്കുന്നതായും harghar-tiranga.com തങ്ങളുടെ ഫോട്ടോകളും സെൽഫികളും പങ്കിടുന്നത് തുടരാനും അദ്ദേഹം ജനങ്ങളോട് സമൂഹ മാധ്യമത്തിൽ അഭ്യർത്ഥിച്ചു. ഇത്തവണത്തെ ഹർഘർ തിരങ്ക ക്യാമ്പയിനിൽ ഇതുവരെ 5 ലക്ഷത്തിലധികം യുവ വോളണ്ടിയർമാർ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. तिरंगा हमारे देश का यूनिफायर है, हमारे सैनिकों की अंतिम सलामी है. तिरंगा हमारी सारी जीत का साक्षी है, हर बलिदान का मौन शोक करता है और इसके साथ साथ में इसके हर धागे में देश के किसान का पसीना, सैनिकों का साहस और श्रमिकों का संकल्प और युवाओं के सपने पिरोए हुए हैं. സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ നേതാക്കൾ സ്വപ്നം കണ്ട ഇന്ത്യ കെട്ടിപ്പടുത്തുന്നതിനുള്ള പ്രചോദനമാണ് ക്യാമ്പയിൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ത്രിവർണ പ്രതിജ്ഞകൾ, ശുചിത്വ പ്രവർത്തനങ്ങൾ, പൊതുജന അവബോധ പരിപാടികൾ എന്നിവയുൾപ്പെടെ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ഈ വർഷത്തെ ഹർഘർ തിരങ്കയുടെ അംബാസഡർമാരാകാനും നിങ്ങളുടെ അടുത്തുള്ള ആളുകളിലേക്കും വീടുകളിലേക്കും തിരങ്കയുടെ ചരിത്രം എത്തിക്കാനും തിരങ്ക വോളണ്ടിയർമാരെയും കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പതാക, സ്വാതന്ത്ര്യ പ്രസ്ഥാനം, ദേശീയ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്വാതന്ത്ര്യ സമര ക്വിസ്, ത്രിവർണ നൂലുകളും തുണിത്തരങ്ങളും ഉപയോഗിച്ച് സൃഷ്ടിച്ച പൊതു ഇൻസ്റ്റലേഷനുകളും പ്രദർശനങ്ങളും, രാജ്യത്തുടനീളമുള്ള സേനകൾക്ക് അവരുടെ സേവനത്തിനും ത്യാഗത്തിനും നന്ദി പ്രകടിപ്പിക്കുന്ന കത്തുകൾ, തിരങ്ക പ്രമേയമുള്ള രാഖി നിർമ്മാണം, തിരങ്കയെ ചുറ്റിപ്പറ്റി പ്രമേയമാക്കിയ പെയിന്റിംഗുകൾ, പോസ്റ്ററുകൾ, ഡിജിറ്റൽ ആർട്ട്, കരകൗശല വസ്തുക്കൾ തുടങ്ങി കലാപരമായ ആവിഷ്കാരങ്ങൾ, തിരങ്ക യാത്രകൾ, റാലികൾ, ഓട്ടവും മാരത്തോണുകളും തിരങ്ക മേളകൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. ഹർഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനും സംയുക്തമായി ന്യൂഡൽഹിയിൽ 3 ദിവസത്തെ ചലച്ചിത്ര മേള സംഘടിപ്പിച്ചു. ഹർഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി ലഡാക്കിൽ സൈക്കിൾ തിരങ്ക റാലി സംഘടിപ്പിച്ചു. കാർഗിൽ ജില്ലയിൽ നടന്ന പരിപാടിയിൽ 30ഓളം സൈക്കിൾ താരങ്ങൾ പങ്കെടുത്തു. സൈക്കിളുകളിൽ ത്രിവർണ പതാക വഹിച്ച് രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇവർ കാർഗിലിന്റെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. ജമ്മു കാശ്മീരിലും ഡൽഹി ത്യാഗരാജ് സ്റ്റേഡിയത്തിലും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കേരളത്തിലും ഹർഘർ തിരങ്കയോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലും വിവിധ പരിപാടികൾ നടന്നു. വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം വളർത്താൻ ലക്ഷ്യമിട്ട് രംഗോലി നിർമ്മാണം, തിരങ്ക ആശയത്തെ അടിസ്ഥാനമാക്കി വിദ്യാലയ ഭിത്തികൾ അലങ്കരിക്കൽ, സൈനികർക്ക് കത്തുകൾ എഴുതി തയ്യാറാക്കൽ തുടങ്ങിയവ സംഘടിപ്പിച്ചു. പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ ഹർഘർ തിരങ്ക ക്യാമ്പയിനെ പറ്റി സ്കൂൾ പ്രിൻസിപ്പൽ ഗിരിശങ്കരൻ തമ്പി ആകാശവാണി വാർത്തകളോട് പറഞ്ഞതിങ്ങനെ. ഹർഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കേന്ദ്രീയ വിദ്യാലയ പട്ടത്തിലും പല പ്രോഗ്രാമും നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഹർഘർ തിരങ്ക റാലി അവയർനെസ് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ കുട്ടികൾ ദേശീയ പതാക ഏന്തി മുദ്രാവാക്യം വിളിച്ച് മെയിൻ റോഡിൽ കൂടെ പോവുകയുണ്ടായി. അതുകൂടാതെ കുട്ടികൾ ദേശീയ പതാകയും ഏന്തി സെൽഫി എടുത്ത് അത് അപ്ലോഡ് ചെയ്യും.
പ്രസംഗം, അതുപോലെ ഉപന്യാസം, പിന്നെ ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഇങ്ങനെ വിവിധ തരം പരിപാടികളും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഹർഘർ തിരങ്ക ക്യാമ്പയിൻ ആഘോഷത്തോടെയാണ് പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത്. പരിപാടികളെക്കുറിച്ച് പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥി ദിയ PJ. ഹർഘർ തിരങ്കയോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ നമ്മുടെ വിദ്യാലയത്തിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നമ്മൾ തിരങ്ക കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. തിരങ്ക വെച്ചിട്ട് തന്നെ രംഗോലി പോലെ ചെയ്തിട്ടുണ്ട്. തിരങ്ക രാഖി, നമ്മളുടെ മിലിറ്ററി ഫോഴ്സസിന് വേണ്ടി നമ്മൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. നമ്മൾ നാഷണൽ ക്വിസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല തിരങ്ക യാത്രയും ഫ്ലാഗും നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് മേര യുവഭാരതിന്റെ നേതൃത്വത്തിൽ നിരവധി പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വീടുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർത്തുന്നതുൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിവരികയാണെന്ന് മേര യുവഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ M. അനിൽകുമാർ പറയുന്നു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി മേര യുവഭാരതും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മത്സരത്തിൽ വിജയിച്ച തിരുവനന്തപുരം ജില്ലയിലെ 30 വിദ്യാർത്ഥികൾ ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. നമ്മുടെ ത്രിവർണ ദേശീയ പതാക നമുക്ക് അഭിമാനത്തിന്റെ പ്രതീകമാണ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാനുള്ള ദൃഢപ്രതിജ്ഞയെടുക്കാനുള്ള അവസരം കൂടിയാണിത്. ഈ പരിപാടിയുടെ ഭാഗമായി മേര യുവഭാരത് സംസ്ഥാനത്തെ എല്ലാ സാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകൾ, വായനശാലകൾ എന്നിവ വഴി തങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ദേശീയ പതാക ഉയർത്താൻ ആളുകളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഓരോ പ്രദേശവും അലങ്കരിച്ചു വേണം ദേശീയ പതാക ഉയർത്തേണ്ടത്. ഏത് പ്രതിസന്ധിയിലും രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഈ ആഘോഷങ്ങളിലൂടെ നാം കാണിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ സത്യമൂല്യം മനസ്സിലാക്കി ദേശസ്നേഹത്തോടെ ജീവിക്കാനാണ് ഈ ക്യാമ്പയിൻ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് തിരുവനന്തപുരം പാങ്ങോട് ആർമി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ പ്രസാദ് പറഞ്ഞു. പതാക ഉയർത്താം, ഹൃദയത്തിൽ ഭാരതത്തിന്റെ സ്നേഹം നിറയ്ക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 2021 ഭാരത സർക്കാർ ആസാദി കാ അമൃത് മഹോത്സവം എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഈ മഹോത്സവത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യ സമരത്തിലെ മഹാന്മാരുടെ ത്യാഗങ്ങളും അവരുടെ അതുല്യ സ്നേഹവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനോടൊപ്പം രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, ജനങ്ങളിൽ ദേശീയ ബോധം ഉയർത്തുക എന്നിവയാണ്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും ഓഗസ്റ്റ് 15-ന് ദേശീയ പതാക ഉയർത്തുന്ന ഹർ ഘർ തിരങ്ക നടത്തുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ദേശീയ പതാകയുടെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കുവാനും ദേശസ്നേഹത്തിന്റെ ആത്മാവ് അനുഭവിക്കുവാനും പല അവസരങ്ങളിലും ഇതുവഴി ഒരുക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ദേശത്തിന്റെ സാംസ്കാരിക പൈതൃകം, വീരഗാഥകൾ, ദേശീയ പ്രതീകങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കാൻ വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഹർഘർ തിരങ്ക, ഹർഘർ സ്വച്ഛതാ ക്യാമ്പയിനും പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 15 വരെയാണ് ക്യാമ്പയിൻ. പരിപാടിയുടെ ഭാഗമായി തിരങ്ക ഘോഷയാത്രകൾ, ശുചിത്വ റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നഗരസഭയിൽ ഹർഘർ തിരങ്ക, ഹർഘർ സ്വച്ഛതാ ക്യാമ്പയിൻ നടന്നു. ക്യാമ്പയിനെ കുറിച്ച് നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാടത്ത് പറയുന്നത് ഇങ്ങനെ: സ്വാതന്ത്ര്യം പോലെ തന്നെ ശുചിത്വവും പ്രധാനപ്പെട്ടതാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹർഘർ തിരങ്ക, ഹർഘർ സ്വച്ഛതാ ക്യാമ്പയിന് കൊയിലാണ്ടി നഗരസഭയിൽ തുടക്കമായിട്ടുണ്ട്. ഈ വർഷം സ്വാതന്ത്ര്യ ദിനാഘോഷ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് രാജ്യമെമ്പാടും ആഘോഷിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ കൊയിലാണ്ടി നഗരസഭയും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കൽ, അതോടൊപ്പം തന്നെ ശുചിത്വത്തെക്കുറിച്ചും അതോടൊപ്പം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രാദേശികോൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കലാപരിപാടികളും ക്വിസ് പ്രോഗ്രാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഗരസഭ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 2 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊതുയിടങ്ങൾ ശുചീകരിക്കും, സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, ഇങ്ങനെ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ ജീവനക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് വിവിധ ഓഫീസുകളും എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് കൊയിലാണ്ടി നഗരസഭ ഏറ്റെടുത്തിട്ടുള്ളത്. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഹർഘർ തിരങ്ക ക്യാമ്പയിൻ വിപുലമായാണ് ആഘോഷിക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂളിൽ ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ പൂക്കളമൊരുക്കുകയും അലങ്കരിക്കുകയും ചെയ്തു. കുട്ടികൾക്കായി രംഗോലി മത്സരവും സംഘടിപ്പിച്ചു. സ്കൂൾ ഒന്നാകെ വലിയ ആർജവത്തോടെയാണ് ഹർഘർ തിരങ്ക ആഘോഷിക്കുന്നതെന്ന് കഴക്കൂട്ടം സൈനിക സ്കൂൾ അധ്യാപകൻ യദു കൃഷ്ണ പറഞ്ഞു.
ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ടു. ദേശാഭിമാനത്തിന്റെ സന്ദേശം വിദ്യാർത്ഥികളിലും നാട്ടുകാരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടികളിൽ എല്ലാവരും സജീവമായി പങ്കുചേർന്നു. സ്കൂളും ക്യാമ്പസും ത്രിവർണ പതാകകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചു. കുട്ടികളും അധ്യാപകരും ചേർന്ന് ദേശീയ പതാകയുടെ നിറങ്ങളിൽ പതാകകളും പൂക്കളങ്ങളും ബാനറുകളും ഒരുക്കി. കുട്ടികൾക്കായി സംഘടിപ്പിച്ച രംഗോലി മത്സരം ആവേശകരമാക്കുകയായിരുന്നു. ദേശസ്നേഹം സന്ദേശമാക്കിക്കൊണ്ട് കുട്ടികൾ മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കി. കുട്ടികളുടെ സർഗാത്മകതയും രാജ്യസ്നേഹവും ഒത്തുചേർന്ന കലാസൃഷ്ടികൾ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഗവൺമെന്റ് പോർട്ടലിൽ നടത്തിയ തിരങ്ക ക്വിസ് മത്സരങ്ങളിൽ നിരവധി പേരെ പങ്കെടുപ്പിച്ചു. ദേശീയ പതാകയുടെ ചരിത്രം, അതിൻ്റെ രൂപകൽപ്പന, സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇന്ത്യയുടെ ഐക്യം തുടങ്ങിയ വിഷയങ്ങളിൽ അറിവുകൾ പങ്കുവയ്ക്കാൻ ഈ മത്സരം വേദിയൊരുക്കി. ഏറ്റവും ആവേശകരമായ തിരങ്ക റാലിയിൽ ദേശസ്നേഹത്തിന്റെ അലയൊലികൾ മുഴങ്ങിക്കേട്ടു. കേഡറ്റുകൾ ത്രിവർണ പതാകയുമായി ക്യാമ്പസിൽ ഘോഷയാത്ര നടത്തി. റാലിയുടെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലെ വീടുകൾ സന്ദർശിക്കുകയും ത്രിവർണ പതാക കൈമാറുകയും ചെയ്തു. ഓരോ വീട്ടിലും ദേശീയ പതാക ഉയർത്തി ദേശാഭിമാനം പ്രകടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. കുട്ടികളുടെ സജീവമായ പങ്കാളിത്തവും അധ്യാപകരുടെയും മറ്റു ജീവനക്കാരുടെയും സഹകരണവും ഈ പരിപാടിയെ വൻ വിജയമാക്കി. രാഷ്ട്ര നിർമ്മാണത്തോടുള്ള നമ്മുടെ കൂട്ടായ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹത്തിന്റെ വികാരമുണർത്തുകയും ഇന്ത്യൻ ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ക്യാമ്പയിൻ. ശുചിത്വം സേവനമാണ്. അതായത് നമ്മുടെ രാജ്യം വൃത്തിയായി തുടരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്യാമ്പയിൻ. വീടുകളിൽ മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളിലും പോലും ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ ആഘോഷിക്കപ്പെടുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഹർ ഘർ തിരങ്ക ഒരു ജനകീയ പ്രസ്ഥാനമായി വളർന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട രാജ്യമെമ്പാടുമുള്ള ആളുകൾ ഈ ആശയം സ്വീകരിച്ച് ഓൺലൈൻ, ഓഫ്ലൈൻ പരിപാടികളിലും പങ്കെടുത്ത് അവരുടെ ഊഷ്മളതയും പിന്തുണയും നൽകി അതിൽ പങ്കുചേർന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രവും അത് നേടിയെടുക്കാൻ നൽകേണ്ടി വന്ന ത്യാഗവും ക്യാമ്പയിനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ തന്നെ ഓരോ പൗരനും സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യതയുമുണ്ട്. നിങ്ങൾ കേട്ടത് ഹർ ഘർ തിരങ്ക ക്യാമ്പയിനെ കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം പാർവതി വിജയൻ.